അപ്പോൾ അങ്ങനെ പൊതുവേ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓൺടർപ്രണറുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഓൺടർപ്രണർ കൾച്ചറിനെ കുറിച്ച് നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അതൊന്ന് വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റ് സ്കെയിലിംഗ് ആണ്. എല്ലാവർക്കും തോന്നുന്നതാണ് പെട്ടെന്ന് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു തോന്നൽ അങ്ങനെ ഇതിലേക്ക് വരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ലക്ഷറി സിംബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഒരു നല്ല കാർ വാങ്ങിക്കുക, ലക്ഷറി കാർ വാങ്ങിക്കുക, ലക്ഷറി ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് BMW വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മേർക്ക് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു, ലാൻഡ് റോവർ അങ്ങനെ പോകുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയും ഓ അവൻ ബിസിനസ് ചെയ്തിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി എന്ന് പറയാൻ ലക്ഷറി. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു കാര്യമാണ് വൈറൽ വിസിബിലിറ്റി. കാര്യം അവർ പെട്ടെന്ന് വേറൊരു കൾട്ടിലേക്ക് മാറുന്നു, അവർ നെറ്റ്വർക്ക് മാറുന്നു. അപ്പോൾ അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് അവർ അവർക്കായിട്ട് സെറ്റ് ചെയ്ത ആളുകളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോകുന്ന ഫങ്ഷൻ, അത് വിവാഹമാണെന്നുണ്ടെങ്കിലും ഇനോഗ്രേഷൻ ആണെന്നുണ്ടെങ്കിലും പല ഫങ്ഷൻ, അവിടെ അവർ കൈ കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ വേറൊരു കൾട്ടിലേക്ക്, എല്ലാം ആ റേഞ്ച് വേറെ ലെവലിലൊക്കെ പറയില്ലേ, ആ റേഞ്ചിലേക്ക് മാറും. അതാണ് വൈറൽ വിസിബിലിറ്റി. അപ്പോൾ അത് മാക്സിമം ഫ്രീക്വൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വിടുമ്പോൾ അത് ആ ബ്രാൻഡിന് കുറച്ച് പേഴ്സണൽ ബ്രാൻഡിങ് അവിടെ വരികയാണ്. ബ്രാൻഡിന് മേലെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ വരികയാണ്. ടു ആൻ എക്സ്റ്റെൻറ്റ് അത് ആവശ്യമാണ്. പക്ഷേ ഓവറാവാൻ പാടില്ല. ഓവറാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷണൽ തിയററ്റിക്സ് ഉണ്ട്. മോട്ടിവേഷൻ തിയററ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ആളുകൾ ഇന്നത്തെ കാലത്ത് നാട്ടിൽ കണ്ടമാനം മോട്ടിവേഷണൽ പ്രോഗ്രാംസും കളിക്കാൻ ആണല്ലോ. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സും മിക്കവാറും അവർക്കൊരു വർക്ക് എക്സ്പീരിയൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ്സ് ഒന്നും അവർ നേരിട്ട് ജോലി ചെയ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. മറ്റെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭാഷൻ, ഒരു ഗ്യാൻ മാത്രമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അത്തരം സ്റ്റേജുകളിൽ ഇതേപോലെയുള്ള ഓൺടർപ്രണേഴ്സ് വന്നിട്ട് മോട്ടിവേഷൻ തിയററ്റിക്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഇതേപോലെ അവർ വളർന്നു വന്ന വഴികൾ, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം, അവരുടെ കഷ്ടതകൾ, അവരുടെ ദുരിതങ്ങൾ, അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തത്. ചിലപ്പോൾ ഒരുപക്ഷെ ഇൻ റിയാലിറ്റി ചിലപ്പോൾ അവർ സ്റ്റാഫിന് ശരിക്കും ശമ്പളം കൊടുക്കലുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാഫായിട്ട് ഇതുണ്ടാവും, സപ്ലൈസായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ റാഷായിട്ട് ബിഹേവിയർ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒരു ഇനീഷ്യൽ അല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഗ്രോയിങ് സീലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സ്റ്റേജിൽ ഓഡിയൻസിൻ്റെ മുമ്പിൽ വളരെ ഇതേപോലെയല്ല ഒരു ഇമേജ്, കാരണം അപ്പോൾ ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് കൂടെ വരുന്നത്. ഇതിന് ആസിൽ മിത്തോളജി എന്നും പറയും.